നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നവീകരണം പൂർത്തിയാക്കിയ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. പൂർത്തിയായത് കോട്ടയം ജില്ലയിലെ രണ്ടാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷൻ. വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തിന് സർവകാല റെക്കോർഡെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കൈനഗരി വട്ടക്കായൽ ടൂറിസം പദ്ധതി മന്ത്രി നാടിന് സമർപ്പിച്ചു. ആരോഗ്യ മേഖലയിൽ നടന്നത് 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളെന്ന് മന്ത്രി വീണ ജോർജ്. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളും. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിലെ രണ്ടാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷനായ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ നവീകരണം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തോടൊപ്പം ചങ്ങനാശ്ശേരിക്ക് പുറമെ കുറ്റിപ്പുറം, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ ചെലവിട്ടുള്ള വികസനമാണ് ചങ്ങനാശ്ശേരിയിൽ നടത്തിയത്. പ്രവേശന കവാടം, സൗന്ദര്യവൽക്കരിച്ച സ്റ്റേഷൻ പരിസരം, നടപ്പാലം, നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ ലിഫ്റ്റ്, അലൂമിനിയം ഫാബ്രിക്കേഷൻ, പുതിയ ടൈലുകൾ പാകി മനോഹരമാക്കിയ പ്ലാറ്റ്ഫോം, AC വിശ്രമമുറി, ഇരിപ്പിടങ്ങൾ, ഭിന്നശേഷിക്കാർക്കായി റാമ്പ്, ശുചിമുറി, 24 മണിക്കൂറും ശുദ്ധജല സംവിധാനം, സ്റ്റേഷൻ കവാടത്തിൽ 100 അടി ഉയരത്തിൽ ദേശീയ പതാക, LED കോച്ച് പൊസിഷൻ ടേബിളുകൾ, പാർക്കിംഗ് ഏരിയ തുടങ്ങിയവയാണ് പ്രധാനം. കേരളത്തിന്റെ വികസനത്തിന് വേഗം പകരുന്നതിനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നതെന്നും 10,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും റെയിൽവേ സ്റ്റേഷനുകളുടെ സമർപ്പണവും നിർവഹിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ജോബ് മൈക്കിൾ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നഗരസഭാ അധ്യക്ഷൻ ജോമി ജോസഫ്, വാർഡ് കൌൺസിലർ AP സിയാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 1958 ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലത്താണ് ചങ്ങനാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമായത്. 1956 എറണാകുളം കോട്ടയം മീറ്റർ ഗേജ് പാതയും തുടർന്ന് 1958 കോട്ടയം മുതൽ ചങ്ങനാശ്ശേരി വഴി കൊല്ലം തിരുവനന്തപുരം പാതയും ആരംഭിച്ചതോടെ ഈ മേഖലയിലെ ഗതാഗത വികസനത്തിന് വലിയ തുടക്കമായി. തുടർന്ന് കഴിഞ്ഞ കാലങ്ങളിൽ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ തുടർച്ചയായ ഇടപെടലുകളുടെ ഫലമായി സ്റ്റേഷന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വികസന നടപടികളിലേക്ക് റെയിൽവേ മന്ത്രാലയം മുന്നോട്ട് വന്നു. ചങ്ങനാശ്ശേരിക്ക് ഇത് അഭിമാന നിമിഷങ്ങളാണെന്ന് BJP സംസ്ഥാന സമിതി അംഗം B. രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു. അഭിമാനകരമായ നിമിഷമാണ് എന്ന് മാത്രമല്ല, ഈ അഭിമാനത്തിന് അവസരമൊരുക്കിയ നരേന്ദ്രമോദി സർക്കാർ 2015 നരേന്ദ്രമോദി സർക്കാരിലെ റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ ദശാബ്ദങ്ങൾക്ക് മുമ്പ് അടൽ ബിഹാരി വാജ്പേയി കേന്ദ്രമന്ത്രി രാജഗോപാൽ, മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രി രാജഗോപാൽ റെയിൽ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ബഹുമാനായ രാമൻപിള്ള സാർ അടങ്ങിയ കമ്മിറ്റിക്കാർ വരച്ചു തയ്യാറാക്കിയ പ്ലാൻ ഈ കാലത്ത് നടപ്പാക്കിയെന്നത് അങ്ങേയറ്റം അഭിമാനകരമാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച കേരളത്തിന് വിനോദസഞ്ചാര മേഖല സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കൈനഗരി വട്ടക്കായൽ ടെർമിനൽ അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2025 28 ലക്ഷം ആളുകൾ അധികമായി കേരളം സന്ദർശിച്ചെന്നും മന്ത്രി പറഞ്ഞു. വിദേശ സഞ്ചാരികളുടെ കാര്യത്തിലും നല്ല കുതിപ്പുണ്ടായി. ഒറ്റ വർഷം കൊണ്ട് 11.33% വിദേശ സഞ്ചാരികളുടെ വർധനവ് 2025 ഉണ്ടായി. ഒരു വർഷം ഇത്രയധികം വിദേശ സഞ്ചാരികൾ വർദ്ധിക്കുന്നത് വലിയ മുന്നേറ്റമാണ്. ലോകം കേരളത്തെ അംഗീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി പൊതുവെ കേരളത്തെ കാണുകയാണ്. ന്യൂയോർക്ക് ടൈംസ് കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട 53 ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായി കേരളത്തെ തിരഞ്ഞെടുത്തു. ലോകത്ത് കണ്ടിരിക്കേണ്ട 53 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. ഇന്ത്യയിൽ ഇത് കേരളം മാത്രമാണ് ഉള്ളത് എന്നുള്ളത് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ടൈം മാഗസിൻ ലോകത്ത് കണ്ടിരിക്കേണ്ട 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒന്നായി കേരളത്തെ തിരഞ്ഞെടുത്തു. ടൂറിസം മേഖലയിൽ നാം മത്സരിക്കുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടല്ല, ലോക രാജ്യങ്ങളുമായിട്ടാണ്.
ടൂറിസം ഭൂപടത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും പ്രിയമേകുന്ന ടൂറിസം കേന്ദ്രമായി കേരളം മാറി. ഈ മാറ്റം ടൂറിസം മേഖലയിൽ നമ്മുടെ എല്ലാവരും ചേർന്ന് നടത്തിയ ചർച്ചയുടെയും ഇടപെടലിന്റെയും ഭാഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു. 2025 കേരളം സന്ദർശിച്ച വിനോദസഞ്ചാരികളുടെ എണ്ണം 2,58,80,365 ഉയർന്നു. ഒരു കാലത്ത് തളർച്ചയിലായിരുന്ന ടൂറിസം മേഖലയെ കൃത്യമായ പദ്ധതികളിലൂടെയും ഡെസ്റ്റിനേഷനുകൾ വികസിപ്പിച്ചും സർക്കാർ തിരിച്ചുപിടിച്ചതായും മന്ത്രി മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. വട്ടക്കായൽ ടെർമിനലിന് സമീപം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ തോമസ് കെ തോമസ് MLA അധ്യക്ഷനായി. കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ആലപ്പുഴയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമായി വട്ടക്കായൽ മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ നടപ്പിലാക്കിയ കോടികളുടെ വികസന പദ്ധതികൾ കുട്ടനാടിനെ ഒരു മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഉയർത്തിയെന്നും ഈ പുതിയ സംരംഭം ആ മാറ്റത്തിന് കൂടുതൽ കരുത്തേകുമെന്നും MLA അഭിപ്രായപ്പെട്ടു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സ്വകാര്യ സംരംഭകരായ ആംഫിട്രൈറ്റ് സബ്സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് വട്ടക്കായൽ ടെർമിനലിൽ സാഹസിക ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ആലപ്പുഴയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തുന്ന വിദേശികളും സ്വദേശികളുമായ വിനോദസഞ്ചാരികൾക്ക് ജലസാഹസിക വിനോദങ്ങൾ കൂടി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ജെറ്റ്സ്കി, കനോയിങ്, കയാക്കിംഗ്, സ്പീഡ് ബോട്ട്, ബനാന ബോട്ട്, പാരാസെയിലിംഗ്, വാട്ടർ സ്കൂട്ടർ, പെഡൽ ബോട്ട് തുടങ്ങിയ ആധുനിക ജലസാഹസിക വിനോദോപാധികളും വിനോദസഞ്ചാരികൾക്കായി ലഘുഭക്ഷണശാലകൾ ഉൾപ്പെടെയുള്ള വിപുലമായ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, മുൻ MLAയും DTPC എക്സിക്യൂട്ടീവ് അംഗവുമായ CK സദാശിവൻ, മുൻ MLAയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ KK ഷാജു, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ R രാഹുൽ, DTPC സെക്രട്ടറി KG അജേഷ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈനഗിരി വട്ടക്കായൽ ടെർമിനൽ അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനത്തിനിടയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. കഴിഞ്ഞ 10 വർഷമായി ടെർമിനലിന്റെ വികസനത്തിന് ഒന്നും ചെയ്യാത്തവർ തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടാണ് തട്ടിപ്പ് പരിപാടിയായി ഉദ്ഘാടനം നടത്തിയതെന്ന് സമരക്കാർ ആരോപിച്ചു. കൈനഗിരി പഞ്ചായത്ത് ഭരണസമിതിയെ അവഗണിച്ച് ഉദ്ഘാടന മാമാങ്കം നടത്തുന്നു എന്നാരോപിച്ചാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. 11 വർഷം മുമ്പ് കൊടിക്കുന്നിൽ സുരേഷ് MP കേന്ദ്ര സഹമന്ത്രിയായിരുന്നപ്പോൾ 12 കോടി രൂപ അനുവദിച്ച് കൈനഗിരിയിലെ ടൂറിസം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ചതാണ് ടെർമിനലെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ 10 വർഷമായി ഇവിടെ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താത്തവർ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടാണ് ഉദ്ഘാടനം നടത്തുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി K ഗോപകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിന് ഒരാഴ്ച മുൻപ് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിർമ്മാണോദ്ഘാടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെമ്പാടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഉദ്ഘാടന മാമാങ്കങ്ങൾ അങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് കൈനഗരിയിൽ ഇന്ന് ഈ വട്ടക്കായൽ ടൂറിസം ടെർമിനൽ അവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്, അവിടെ പ്രത്യേക പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ ഓർമ്മിക്കുന്നു, 11 വർഷങ്ങൾക്ക് മുൻപ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്ര സഹമന്ത്രി ആയിരുന്നപ്പോൾ അന്ന് 11 കോടി രൂപയ്ക്ക് അനുവദിച്ചതാണ് ഈ വട്ടക്കായൽ ടൂറിസം പദ്ധതി. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതകളുള്ള കൈനഗരി, ഒരുപക്ഷെ കൊമരകത്തേക്കാൾ ടൂറിസം സാധ്യതയുള്ള ഈ കൈനഗരി അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് തീർച്ചയായും വികസിപ്പിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. ടൂറിസത്തിന് വലിയ വരുമാനമുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമായിരുന്നു. പക്ഷേ ഈ 10 വർഷം യാതൊന്നും ചെയ്യാതെ സാമൂഹിക വിരുദ്ധർക്ക് വേണ്ടി, അഴിഞ്ഞാട്ടക്കാർക്ക് വേണ്ടി ആ പ്രദേശം മുഴുവൻ വിട്ടുകൊടുത്തിട്ട് ഇപ്പോൾ അവസാനം ഒരാഴ്ച മാത്രം ശേഷിക്കുമ്പോൾ ഉദ്ഘാടനവുമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് D ജോസഫ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ SD രവി, D ലോനപ്പൻ, EJ ഹക്കീം, AT ദേവരാജൻ, VP ഷാജി, CG ബോണി, KP സുഗു, ജിമോൻ C മൈക്കിൾ, ദീപ ശക്തി, മെബിൾ P ജോൺ, മനീഷ അജീഷ് എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ ആരോഗ്യമേഖലയിൽ 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്ന് മന്ത്രി വീണ ജോർജ്. ചേർത്തല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചേർത്തല താലൂക്ക് ആശുപത്രിക്കായി 84 കോടി രൂപ ചെലവഴിച്ച് അത്യാധുനിക കെട്ടിടമാണ് സർക്കാർ നിർമ്മിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചികിത്സാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിന്റെ ദൃഷ്ടാന്തമാണ് നമ്മുടെ ചേർത്തല താലൂക്ക് ആശുപത്രി.
ജനറൽ ഹോസ്പിറ്റലുകൾക്ക് അതിമനോഹരമാണ് പൊതുവില കെട്ടിടങ്ങൾ ലഭ്യമാക്കുന്നത്. കേവലം കെട്ടിടങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ കൂടി സജ്ജമാക്കി സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനോടൊപ്പം ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി. ആശുപത്രി അങ്കണത്തിൽ പ്രാദേശികമായി സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് അവസാന കാലം ശ്രീ പി തിലോത്തമൻ ഇവിടെ നേരത്തെ പറഞ്ഞതിനെല്ലാം നല്ല മുൻകൈ എടുത്തു. നമ്മുടെ MD ശ്രീ AM അപ്പോഴത്തേക്കും ആരിഫ് MD ആയി കഴിഞ്ഞിരുന്നു. ഷെർലി ഭാർഗവൻ അടക്കമുള്ള നമ്മുടെ മുനിസിപ്പാലിറ്റി എല്ലാവരുടെയും താല്പര്യമാണ്. അപ്പോൾ നമുക്കത് കല്ലിട്ട് തുടങ്ങി വെച്ചു. അത് കഴിഞ്ഞ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇടപെടാനൊരു അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. ഫൈനാൻഷ്യൽ സാങ്ഷൻ അടക്കം പിന്നെ വരുന്നതെല്ലാം ഇപ്പം ഇതിൽ ഇടപെടുമ്പോഴും 84 കോടി രൂപയ്ക്ക് വേണ്ടി ഓട്ടമെല്ലാം ഓടുമ്പോഴും ഈ താലൂക്ക് ആശുപത്രി പരാധീനതകളും പരിമിതികളുമാണ് നമ്മൾ നയിച്ചതെല്ലാം. ഞാൻ ജനപ്രതിനിധിയായിട്ട് വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടി വിളിച്ചു, നിർബന്ധമായിട്ട് വന്നു. അതിനകത്ത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഞങ്ങൾ ആശുപത്രി വികസന സമിതി കൂടി. ആ വികസന സമിതി കൂടുമ്പോഴാണ് പരിമിതികൾ, പരാധീനതകൾ, പരിഭവങ്ങൾ, എല്ലാവർക്കും പരിഭവങ്ങളാണ്. ആശുപത്രിയിലെ മികച്ച സേവനത്തിന് സർജറി വിഭാഗത്തിലെ ഡോക്ടർ S. മുനീർ, ആശുപത്രിയുടെ വികസന കാര്യങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച PRO സനി മാത്യു എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 84.98 കോടി രൂപ ചെലവിലാണ് ചേർത്തല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 12,375 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 6 നിലകളിലായി സജ്ജമാക്കിയ കെട്ടിടത്തിൽ അത്യാധുനിക സൗകര്യങ്ങളുണ്ട്. 1907 പ്രവർത്തനം ആരംഭിച്ച ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ പ്രതിദിനം 1000 മുതൽ 1500 വരെ OP രോഗികളും 300 മുതൽ 400 വരെ കാഷ്വാലിറ്റി രോഗികളും ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ, ഡോക്ടർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. രാവിലെ 10 മണിയോടെ KSU പ്രവർത്തകരാണ് ആദ്യം പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് SFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിന്റെ ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. രാവിലെ 10 മണിയോടെ ആദ്യമെത്തിയത് KSU പ്രവർത്തകർ. പ്രതിഷേധക്കാർ സ്കൂളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞു. ഇതോടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. സ്കൂളിൽ നിന്നും ഉണ്ടാകുന്ന മാനസിക പീഡനമാണ് കുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്ന് KSU പ്രവർത്തകർ ആരോപിച്ചു. കുട്ടികൾക്ക് വിദഗ്ധമായ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞിരുന്നെങ്കിലും അവയൊന്നും നടപ്പിലാക്കുന്നില്ലെന്നും അവർ ആരോപിച്ചു. നമ്മൾ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ, വിദ്യാർത്ഥിപരമായ വിഷയങ്ങൾ അവർ പാലിച്ചില്ലെങ്കിൽ വീണ്ടും സമരം നടത്തും. KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ പിന്നെ തുടർ സമരങ്ങൾ ഉണ്ടാവും. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടാവും, ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടാവും. അതുകൂടാതെ തന്നെ ഞങ്ങളിവിടെ നിരാഹാര സമരം എല്ലാ ദിവസവും നടത്തിക്കളയും. ഇതിൻ്റെ അകത്ത് കൃത്യമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അതുകൊണ്ട് മറ്റന്നാൾ നടത്തുന്ന മറ്റന്നാളത്തേക്ക് നമ്മൾ പറഞ്ഞ ചർച്ച ഇവിടെ നടത്താമെന്ന് വൈസ് പ്രിൻസിപ്പൽ പറഞ്ഞതിൻ്റെ പേര് പിരിഞ്ഞു പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തിരികെ വരും, ശക്തമായ രീതിയിൽ KSU തിരികെ വരും. സ്കൂൾ അധികാരികൾ വെള്ളിയാഴ്ച വിദ്യാർത്ഥി സംഘടനകളുമായി സംസാരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് KSU സമരം അവസാനിപ്പിച്ചത്. തുടർന്ന് SFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവോദയ സ്കൂളിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. പ്രതിഷേധക്കാർ സ്കൂളിന്റെ ഗേറ്റ് തകർത്ത് ഉള്ളിലേക്ക് കയറി. തടയാൻ ശ്രമിച്ച പോലീസുമായി ഉന്തും തള്ളും നടന്നു. പ്രതിഷേധം പരിധി വിട്ടതോടെ പോലീസ് ലാത്തി വീശി.
സ്കൂൾ വളപ്പിലേക്ക് കടന്ന പ്രതിഷേധക്കാർ പ്രധാന കവാടത്തിൽ കുത്തിയിരുന്ന് ധർണ നടത്തി. സ്കൂളിൽ നടക്കുന്ന പീഡനങ്ങളുടെ വീഡിയോ ദൃശ്യം ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് സമരക്കാർ പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധിച്ചവരെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അറസ്റ്റ് ചെയ്യുന്നതിനിടയിലും പോലീസിനോട് സമരക്കാർ ബലം പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് +1 വിദ്യാർത്ഥിയായ അഭിഗീതിനെ സ്കൂളിന്റെ ശുചിമുറിക്ക് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാസങ്ങൾക്ക് മുമ്പ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ഇവിടെ ആത്മഹത്യ ചെയ്തിരുന്നു. പിന്നീട് 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയാക്കിയ സംഭവങ്ങളും ഉണ്ടായി. തുടർച്ചയായി ഈ സ്കൂളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം. സ്കൂൾ മാനേജ്മെന്റ് കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വൻ പ്രതിഷേധങ്ങൾ ഇനിയും തുടരുമെന്ന് വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഇല്ലായ്മ ചെയ്യുന്ന നിലയിലേക്ക് അവർ ഒരു ഘട്ടത്തിനകത്ത് തന്റെ വീട്ടിനകത്തോ തന്റെ സഹപാഠിക്കകത്തോ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുന്ന നിലയിലേക്ക് ഇടിമുറികൾ സൃഷ്ടിക്കുന്ന ആളുകളായി ഈ ക്യാമ്പസിനകത്തെ അധികാരികൾമാരാണ്. അത്തരക്കാരെ സംരക്ഷിക്കുന്ന നിലപാടല്ല കേരളത്തിനകത്ത് സ്വീകരിക്കേണ്ടത്. അത്തരക്കാരെ കണ്ടെത്തിക്കൊണ്ട് ഈ നാടിനകത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേപോലെ പഠിക്കുന്ന ഈ നാടിനകത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും മനസ്സോടെ പഠിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഈ നാടിനകത്ത് സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം ലക്ഷ്യം വെച്ച് ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ്. അപ്പർ കുട്ടനാട്, ഓണാട്ടുകര ഭാഗങ്ങൾ ഉൾപ്പെടുന്ന 19 വാർഡുകളുടെയും സമഗ്രമായ പുരോഗതിയാണ് ബഡ്ജറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രസിഡന്റ് വി ബിനുരാജ് പറഞ്ഞു. നെൽകർഷകർക്ക് വിത്ത് സബ്സിഡി, വിള ഇൻഷുറൻസ്, സ്മാർട്ട് ഫാം പദ്ധതിയിലൂടെ വിഷരഹിത പച്ചക്കറികളുടെ ഉൽപ്പാദനം തുടങ്ങി കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ചെന്നിത്തല തൃപ്പരുന്തുറ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. 46,20,89,310 രൂപ വരവും 43,01,28,031 രൂപ ചെലവും 3,19,61,279 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് അജിത ദേവരാജനാണ് അവതരിപ്പിച്ചത്. പ്രത്യേക ഘടക പദ്ധതിക്കായി 1,03,99,000 രൂപയും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഇനത്തിൽ 96,89,525 രൂപയും ആകെ 7,70,70,525 രൂപയും തുകയും വകയിരുത്തിയാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രാദേശിക സ്വയംഭരണ സർക്കാർ എന്ന നിലയിൽ പദ്ധതി നിർവഹണം അനിവാര്യ ചുമതലകൾക്കാവശ്യമായ തനത് ഫണ്ട് വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. മുൻ വർഷം നമ്മുടെ പഞ്ചായത്തിൽ 100% നികുതി പിരിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ വർഷവും 100% നികുതി പിരിവ് എന്ന ലക്ഷ്യം 2026 മാർച്ച് 31-നകം കൈവരിക്കാൻ കഴിയും. ബഡ്ജറ്റ് വർഷത്തിനും 100% നികുതി പിരിച്ചെടുക്കുന്നതിനും നികുതിയേതര വരുമാനങ്ങളുടെ ചോർച്ച തടയുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. സങ്കര ഇനം ഫലവൃക്ഷ തൈകളുടെ വിതരണം, തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് ഉപകരണങ്ങൾ വാങ്ങൽ എന്നിവയിലൂടെ ഉൽപാദന മേഖലയിൽ വലിയ മാറ്റമാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും ബജറ്റിൽ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. യുവജനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി ലഹരിമുക്ത കൗമാരം പദ്ധതിയും മൾട്ടി സ്പോർട്സ് ടർഫ് കളിസ്ഥലം, ഓപ്പൺ ജിം എന്നിവയ്ക്കും ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. അപ്പർ കുട്ടനാട്, ഓണാട്ടുകര ഭാഗങ്ങൾ ഉൾപ്പെടുന്ന 19 വാർഡുകളുടെയും സമഗ്രമായ പുരോഗതിയാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രസിഡന്റ് വി ബിനുരാജ് പറഞ്ഞു. അലോക്കേഷൻ ആയിട്ടുള്ള തുകയെന്ന് പറയുന്നത് 7 കോടി രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന തുകയാണ് 14 കോടി രൂപ. അത് ഏത് തരത്തിലൊക്കെയാണെന്നുള്ളത് ഇവിടെ വൈസ് പ്രസിഡന്റ് ആധികാരികമായി സൂചിപ്പിക്കും. എന്നാലും ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് ഉണ്ട്. അതിൽ ശുചിത്വ മിഷൻ 2 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നാം ലക്ഷ്യം വെക്കുന്നത്. അതിനാസ്പദമായിട്ടുള്ള പദ്ധതികളുടെ ഒരു നിർവഹണമാണ് വരുന്ന സാമ്പത്തിക വർഷം നാം പ്രതീക്ഷിക്കുന്നത്. ഇനിയൊരു ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി TS സലീം നടത്തുന്ന ജീവിത സമര വാഹന പ്രചരണ യാത്രയ്ക്ക്
കുട്ടനാട്ടിൽ സ്വീകരണം നൽകി. മങ്കൊമ്പിൽ നടന്ന സ്വീകരണ യോഗം ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെ രാധാമണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ പെൻഷൻകാരോട് നടത്തുന്ന പൊള്ളയായ സമീപനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജീവിത സമര വാഹന പ്രചരണ യാത്ര നടത്തുന്നത്. മങ്കൊമ്പിൽ നടന്ന സ്വീകരണ യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി മധുസൂദന പണിക്കർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി CV ഗോപി, ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം PJ ജോയി, വനിതാ ഫോറം ജില്ലാ സെക്രട്ടറി ജാൻസി ജോസഫ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ സംസാരിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷന്റെ പരിമിതമായ കേന്ദ്രവിഹിതവും നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ KSKTU പ്രതിഷേധം. മങ്കൊമ്പ് തെക്കേക്കര പോസ്റ്റ് ഓഫീസിലേക്ക് KSKTU കുട്ടനാട്, തകഴി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര ഗ്രാമ വികസന വകുപ്പ് മന്ത്രി കമലേഷ് പാസ്വാൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയത് ക്ഷേമ പെൻഷനുകളെല്ലാം ഇനി മുതൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തിലും കൊടുത്താൽ മതിയാകും. ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് പരിമിതമാണെങ്കിലും നൽകി വരുന്ന സംഭാവന, സഹായം ഇനി മുതൽ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ഒറ്റപ്പെട്ട ഒരു പ്രഖ്യാപനമായിട്ടല്ല, രാജ്യത്തിലെയും കേരളത്തിലെയും ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരടക്കമുള്ള ആളുകൾ അത് കേട്ടിരിക്കുന്നതും മനസ്സിലാക്കുന്നതും. ഇത് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അടുത്ത നാളുകളിലായി തീരുമാനമാക്കി മാറ്റാൻ പോകുന്ന ഒരു പ്രഖ്യാപനമാണ്. KSKTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AD കുഞ്ഞച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിഷേധ പരിപാടിയിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും കർഷക തൊഴിലാളികളും പങ്കെടുത്തു. തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി ജോസ് തോമസ് അധ്യക്ഷത വഹിച്ചു. ശശീന്ദ്ര ബാബു, PK പൊന്നപ്പൻ, K ശ്രീകുമാർ, NB രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി തൃക്കുടുത്താനം മണികണ്ഠവയൽ ജോൺ പാറയിൽ ഗ്രന്ഥശാല ആൻഡ് വായനശാല, സ്ത്രീശക്തി വനിതാവേദി, അവളിടം ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പെൺമനസ് എന്ന പേരിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വനിതാ ദിനാഘോഷങ്ങൾക്കും വായനശാലയിൽ തുടക്കമായി. തൃക്കുടുത്താനം ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീയുടെ പങ്ക് എന്ന വിഷയത്തിൽ തൃക്കുടുത്താനം കുടുംബശ്രീ CDS മുൻ ചെയർപേഴ്സൺ റഹ്മത്ത് BV വിഷയാവതരണം നടത്തി. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കുടുംബശ്രീ തുടങ്ങിയ കാലത്ത് ഞാൻ താമസിക്കുന്നത് ആരംഭത്തിലാണ് ഞാൻ താമസിക്കുന്നത്. എല്ലാ ദിവസവും എൻ്റെ അപ്പുറത്തെ വീട്ടിൽ അമ്മച്ചിമാർ വരും. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. തിങ്കൾ ചൊവ്വ ബുധൻ എല്ലാ ദിവസവും ഒരു സുഹൃത്ത് ഞാൻ എൻ്റെ സീറ്റോടെ നിൽക്കുമ്പോഴത്തേക്കും ആ ചേച്ചി എപ്പോഴും രാവിലെ റുട്ടീൻ ലൈഫാണ്. രാവിലെ എനിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ എന്നും അണ്ണാച്ചി വരും. ആ ഒരു ടൈം ടേബിളിലുള്ള ലൈഫായിരുന്നു. ഒരു ദിവസം ഓടി ഒരാൾ വന്നു കഥയെ കൊടുക്കുന്നു, ചേച്ചി വന്നൊരു കാർഡ് കൊടുക്കുന്നു. ഉടനെ ആ വിളിക്കാൻ ചേച്ചി ഇതെന്നാ ചോദിക്കുന്നു. എന്നാന്ന് വെച്ചാൽ അത് അന്ന് ചേച്ചിയുടെ വീട്ടിൽ വന്നൊരു ഗസ്റ്റ് ആയിരുന്നു. പക്ഷെ ചേച്ചിക്ക് എന്നും ആ സമയത്ത് അണ്ണാച്ചി വരുമായിരുന്നു. ആ ഒരു സംവിധാനം അണ്ണാച്ചിമാരെ നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ അത് ഈ സംവിധാനത്തിൽ കൂടിയാണ്. 5ാം വാർഡ് കുടുംബശ്രീ CDS അംഗവും വനിതാവേദി വൈസ് പ്രസിഡന്റുമായ ഗീത സനിൽ അധ്യക്ഷയായി. 8ാം വാർഡ് കുടുംബശ്രീ CDS അംഗം ഭീമ ഷൈജു, 4ാം വാർഡ് ADS വൈസ് ചെയർപേഴ്സൺ സന്ധ്യ സുനിൽ, വായനശാല ഭരണസമിതി അംഗം സുമ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വായനശാല പ്രസിഡന്റും വനിതാവേദി സെക്രട്ടറിയുമായ നിഷ V ദേവൻ സ്വാഗതവും 8ാം വാർഡ് കുടുംബശ്രീ ADS വൈസ് ചെയർപേഴ്സൺ സുമിത മോഹനൻ നന്ദിയും പറഞ്ഞു. ചങ്ങനാശ്ശേരി വെരൂർ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ തോമസ് പുത്തൻപുരയ്ക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ വർഗീസ് കൊടിയന്തറ, ഫാദർ ജോർജ് ഇലഞ്ഞിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ചങ്ങനാശ്ശേരി വെരൂർ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണ തിരുനാളിന് തുടക്കമായി. ചൊവ്വാഴ്ച വൈകിട്ട് 4:45 ഇടവക വികാരി ഫാദർ തോമസ് പുത്തൻപുരയ്ക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. മാർച്ച് 19 പ്രധാന തിരുനാൾ. പ്രധാന തിരുനാൾ ദിനത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന, ഭക്തി നിർഭരമായ തിരുക്കർമ്മങ്ങൾ, ഊട്ടുനേർച്ച എന്നിവ നടക്കും. പുലർച്ചെ 5:45 സപ്ര, പരിശുദ്ധ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, കുരിശിന്റെ വഴി, 10 ആഘോഷമായ തിരുനാൾ കുർബാന, 12 പ്രദക്ഷിണം, തുടർന്ന് കൊടിയിറക്ക്, ഊട്ടുനേർച്ച എന്നിവയാണ് നടക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 14,970 രൂപ, പവന് 1,19,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവീകരണം പൂർത്തിയാക്കിയ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. പൂർത്തിയായത് കോട്ടയം ജില്ലയിലെ രണ്ടാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷൻ. വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തിന് സർവകാല റെക്കോർഡെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കൈനഗരി വട്ടക്കായൽ ടൂറിസം പദ്ധതി മന്ത്രി നാടിന് സമർപ്പിച്ചു. ആരോഗ്യ മേഖലയിൽ നടന്നത് 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളെന്ന് മന്ത്രി വീണ ജോർജ്. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.